അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മയുടെയും ഉപ്പയുടെയും വാക്ക് കേൾക്കാതെ ഹിന്ദു യുവാവിൻ്റെ കൂടെ അമ്പലത്തിൽ പോയി താലി കെട്ടി അവൻ്റെ കൂടെ ജീവിച്ച ജസീന എന്ന പെൺകുട്ടി വേദനാജനകമായ സ്റ്റോറിയാണ് ഹിദായത്ത്. പക്ഷേ അവളുടെ ഭർത്താവായ രാജേഷിൻ്റെ സ്വഭാവം മറ്റൊന്നായിരുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ വളരെയധികം സ്നേഹത്തോടെ പെരുമാറിയിരുന്ന പിന്നെ അവൻ്റെ രൂപമാകെ മാറിത്തുടങ്ങി. അവൻ്റെ സ്വഭാവത്തിലും മാറ്റം തുടങ്ങി. അവർ കൂട്ടുകാരോടൊപ്പം ഒരു ടൂർ പോവുകയാണ്. ആ ടൂർ വെറുതെ ആയിരുന്നില്ല. തൻ്റെ ഭാര്യയെ വെച്ച് പണമുണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു അവൻ ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മുതലാളിയായ അവൻ്റെ വലിയ ബോസ് അവൻക്ക് ഇഷ്ടം പോലെ ക്യാഷ് എറിഞ്ഞു കൊടുക്കുകയാണ്. തൻ്റെ സുന്ദരിയായ ഭാര്യയെ അദ്ദേഹത്തിന് വേണ്ടി അവൻ വിൽക്കുകയാണ്. പക്ഷേ ജസീന എന്ന പെൺകുട്ടി അയാളുടെ കയ്യിൽ നിന്ന് പതുക്കെ ചാടി പോവുകയാണ്. കുറച്ച് ദിവസം രാജേഷിൻ്റെ കൂടെ താമസിച്ചപ്പോൾ തന്നെ അവൾക്ക് ഏറെക്കുറെ അവൻ്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങി. എന്നാൽ ഇപ്പോൾ അവൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഒരു വീട്ടിലാണ്. ആ വീട്ടിൽ നിന്ന് വിശന്നു വലഞ്ഞ അവൾക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഭക്ഷണം കഴിക്കുവാൻ അവൾക്ക് കഴിയുന്നേയില്ല. ആ വീട്ടിലെ ഭരണം മുഴുവൻ അവിടുത്തെ മരുമകളുടെ അടുക്കലായിരുന്നു. ഭക്ഷണം വിളമ്പിക്കൊടുത്ത അവൾ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ആ മരുമകൾ ശകാരിക്കുകയാണ്. അതേ, ആ ഫുഡൊക്കെ വേഗം കഴിച്ച് മുഴുവനാക്കി സ്ഥലം വിടാൻ നോക്ക്. എന്നാൽ പാവം അവിടുത്തെ ഉമ്മ ആ ഒരു ദയനീയ കാഴ്ച കാണുകയാണ്. മോളെ, വേണമെങ്കിൽ കഴിക്കാൻ കഴിയുന്നുണ്ടാവില്ല, ആക്കം പോലെ തിന്ന് പോയിക്കോളും. ആ, ഇവിടെ ഇങ്ങനെ കണ്ണി കണ്ട ആൾക്കാരെ ഇരുന്ന് പാർപ്പിക്കല്ലേ, എന്താ നിങ്ങളെ കഥ? ആ ഉമ്മയെ മരുമകൾ ചീത്ത പറയുകയാണ്. ജസീനക്ക് ഭക്ഷണം എങ്ങനെയൊക്കെയോ കഴിക്കാൻ നിർബന്ധിതയാവുകയാണ്. അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവൾ ഭക്ഷണം കഴിച്ചു. ആ പാത്രം കഴുകാൻ വേണ്ടി ആ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് അവൾ ചെല്ലുമ്പോൾ തന്നെ അവൾക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു. ആകെ ക്ഷീണം വരുന്നു, കൈകാലുകൾ തളരുന്നു. ഇല്ല, ഒരടി നടക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അവൾ കഴിച്ച ഭക്ഷണം മുഴുവൻ അവിടെ ഛർദ്ദിക്കുകയാണ്. അത് കണ്ട് ദേഷ്യം പിടിച്ച മരുമകൾ അവളെ ചീത്ത പറഞ്ഞു. ഡീ, മുറ്റം മുഴുവൻ കേടുവരുത്താനേ എവിടുന്ന് കയറി വന്നാടി എന്ന് പറഞ്ഞ് അവൾ വളരെയധികം ചീത്ത പറയുകയാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ ഉമ്മക്ക് ദയ തോന്നുകയാണ്. വേഗം നന്നാക്കടി, വെള്ളമൊഴിച്ച് ആകെ വൃത്തികേടാക്കാൻ. തിന്നാൻ കൊടുത്തത് എന്നെ പറഞ്ഞാൽ മതി, തള്ളേൻ്റെ പണിയാണത്, അല്ലെങ്കിൽ കൊടുക്കണ്ടില്ലായിരുന്നു. ആ വീട്ടിലെ ഭരണം മരുമകളുടേത് ആയതുകൊണ്ട് തന്നെ ആ ഉമ്മാക്കും അവിടെ ഒട്ടും സ്ഥാനമുണ്ടായിരുന്നില്ല. പലവട്ടം അവരെ ശകാരിക്കുമായിരുന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടി ഭക്ഷണം ചോദിച്ച് അറിയാതെ ഒന്ന് ഛർദ്ദിച്ചതിൽ ഇത്രമാത്രം എന്താ ചീത്ത പറയാനേ? മോളെ, ഞാൻ നന്നായിക്കോളാം. ദേ തള്ളെ, അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോളി. ആരെങ്കിലും വന്ന് ഇവിടെ ഭക്ഷണം ചോദിച്ച് ഛർദ്ദിച്ചാൽ പിന്നെ നിങ്ങളാണ് നന്നാക്കാൻ പോകുന്നത്. പിന്നെ അകത്തേക്ക് കണ്ട് കയറാൻ പറ്റില്ല കേട്ടോ. മരുമകളുടെ ആ ഒരു ആക്രോശം നിറഞ്ഞ വാക്കുകൾ കേട്ട് അവൾ തരിക്കുകയാണ്. തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതെല്ലാം ജസീന വൃത്തിയാക്കുന്നു. അവൾക്ക് എങ്ങോട്ട് പോകണം എന്നറിയുന്നില്ല. അപ്പോഴേക്കും അവിടെയുള്ള ഉമ്മ ഒരു ഗ്ലാസ് വെള്ളവുമായി അവളുടെ അടുക്കലെത്തുന്നു. എന്നാ മോളെ, ഈ വെള്ളം കുടിച്ചോ. എന്തിന് ഇനി അതും കൂടി അവിടെ ഛർദ്ദിപ്പിക്കാനാണ് ഞങ്ങൾ പ്ലാനിങ്? പൊയ്ക്കോട്ടെ അങ്ങട്ട്. ഹോ, ഒന്നിങ്ങോട്ട് കയറി വന്നിക്കണം, അപ്പോൾ തന്നെ എന്താ സ്വീകരണം. ഉമ്മ നീട്ടിയ ആ ഒരു വെള്ളം കുടിക്കുവാൻ അവൾ സമ്മതിച്ചില്ല. അവളത് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. ആ ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിത്തെറിച്ചു. ഒരു നിമിഷം ജസീന അതിലേക്ക് നോക്കി നിന്നു. എല്ലാം എനിക്കുള്ള ശിക്ഷ തന്നെ. ഒരു തുള്ളി ദാഹജലം അതുപോലും തരാതെ അവളത് നശിപ്പിച്ചു. അവൾ പതുക്കെയതാ അവിടെ വിട്ട് ഇറങ്ങുന്നു. ഉമ്മ, ഞാൻ പോവാണ്, ഞാനിവിടെ നിൽക്കുന്നില്ല. മോളെ, കുട്ടി ഏതാ, എവിടുന്നാ വരുന്നത്, എങ്ങോട്ടാ പോണത്? ഒന്നും ഉത്തരമില്ലായിരുന്നു അവൾക്ക്. എന്ത് പറയണം? ഹേ, ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു. ഒരു ഹിന്ദു ചങ്ങായിൻ്റെ കൂടെ ചാടി പോന്നതാണ്. അയാൾ എന്നെ വിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ് എന്ന് പറയാൻ ജസീനക്ക് പറ്റുമോ? ഒരിക്കലും ആരും പറയില്ല. കാരണം അത് കേട്ട് കഴിഞ്ഞാൽ ഏതൊരാളും വെറുത്തു പോവും. അയ്യേ, അത്രക്കും പെറ്റുപോറ്റി വളർത്തുണ്ടാക്കിയ ആ ഒരു പെൺകുട്ടി ഒരു സമയമായപ്പോൾ ഏതോ ഒരു ചങ്ങായിൻ്റെ കൂടെ ഇറങ്ങിപ്പോവുക, എന്നിട്ട് അയാൾ അവളെ വിൽക്കുക. എന്താന്നില്ലേ, ഓൾക്കത് കിട്ടേണ്ടത് തന്നെയാണ്. അങ്ങനെ വേണം. ഉമ്മാരും ബാപ്പാരെയും അനുസരിക്കാതെ അവരുടെ ഇഷ്ടത്തിന് കാട്ടിക്കൂട്ടിയാലേ അങ്ങനെയൊക്കെ ഉണ്ടാവും.
എന്നായിരിക്കും ആ വീട്ടുകാർ ഒരു പക്ഷേ പറയുക. അതുകൊണ്ട് തന്നെ അവളൊന്നും മിണ്ടിയില്ല. അവൾക്ക് മിണ്ടാൻ കഴിയുന്നില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ചെയ്ത തെറ്റ് അതൊരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്നെയും ആരും അംഗീകരിക്കില്ല. ഒരു ഹിന്ദുച്ചക്കൻ്റെ കൂടെ ചാടിപ്പോകുന്നതാണ് അവൾ എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. ദീൻ വിറ്റ് പോന്നവളാണ് അവൾ. ഹിദായത്ത് അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു. അങ്ങനെയാവുമ്പോൾ ആരും അവളെ പരിഗണിക്കാൻ പാടില്ല. അത്രക്കും ചതിയെത്തിയാണ് എന്നുള്ള രീതിയിൽ സമൂഹം അവളെ വില കൽപ്പിക്കും എന്നതുകൊണ്ട് തന്നെ ജസീന ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പതുക്കെ അതാ ഇറങ്ങുന്നു. ആ ഗേറ്റിനടുത്തേക്ക് പോയി. ആ ഉമ്മ അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പാവം പെൺകുട്ടി, എവിടുന്നാണാവോ എന്താവോ, ഊരും പേരും ഒന്നും പറയണില്ല. ദേ, നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഓരോന്നിനോട് വലിച്ചു കയറ്റില്ലിട്ടോ. കാണാൻ സുന്ദരിയായ പെൺകുട്ടിയൊക്കെ തന്നെ, അതൊക്കെ ഓക്കെ. അതെ, ഇവിടെ നിങ്ങൾക്കൊരു മോനുണ്ടല്ലോ. ആ മോനെങ്ങാനിഞ്ഞപ്പോൾ അതിനെ കണ്ടാലേ പറയണ്ട, പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. എന്താടി എനിക്കപ്പോൾ ഇതിന് പേടിയായോ? എൻ്റെ പുതിയാപ്പിളെങ്ങാനും ഓളെ കണ്ടാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പറയാൻ പറ്റൂല, നിങ്ങളെ മോൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയല്ലേ. അതാണ് ഞാൻ അടുപ്പിക്കാത്തത് വല്ലാതെ. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് റെഡിയായ ഓള് ശരിക്കും ഓളെ തനി രൂപം കണ്ട് കാണാം. ഇപ്പം ഈങ്ങിയ വേഷത്തിലായിട്ടാണ്. ജസീന പതുക്കെ അതാ ഗേറ്റ് കടന്ന് അപ്പുറത്തേക്ക് പോകുന്നു. ആ ഉമ്മക്ക് സമാധാനമില്ലായിരുന്നു. എടി, ആ പെണ്ണ് എവിടുക്കാന്നാവും പോയത്? നല്ലൊരു പ്രായമാണ്. ഒരു 10, 18, 19 വയസ്സേ ഉണ്ടാവുള്ളൂ അവൾക്ക്. ഈ ഒരു പ്രായത്തിൽ ആരെങ്കിലൊക്കെ അതിനെ എടുത്തു കൊണ്ടുപോകൂലേ? പഠിച്ചോൻ കാക്കട്ടെ. ആ ഉമ്മാക്ക് സമാധാനമില്ലായിരുന്നു. ഒന്ന് കുളിച്ച് മാറ്റി വേറൊരു തുണിങ്ങുപ്പായൊക്കെ ഒന്നുകൊണ്ട് കൊടുത്തേക്കണമെങ്കിൽ അത് ഉമ്മ നിങ്ങൾ മിണ്ടാതെ അവിടെ നിന്നോലിട്ടോ, അടങ്ങി ഒതുങ്ങി. എന്നാൽ ജസീനക്ക് പിന്നീട് നടക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അവൾക്ക് തല കറങ്ങുന്നത് പോലെ അനുഭവപ്പെടുകയാണ്. അവരുടെ ആ ഗേറ്റിലേക്ക് തന്നെ ഇഴഞ്ഞിഴഞ്ഞാണ് അവൾ എത്തിയത്. എന്നാൽ അവിടെ വെച്ച് തന്നെ അവൾ തല കറങ്ങി അവിടെ തന്നെ വീഴുകയാണ്. അവരുടെ ഗേറ്റിന് മുമ്പിലായിട്ട് വീട്ടുകാർ ഇതൊന്നും അറിയുന്നേയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ആ ഉമ്മയുടെ മകൻ അതുവഴി കാറിൽ വരുന്നു. ഗേറ്റിൻ്റെ മുമ്പിലായിക്കൊണ്ട് വീണ് കിടക്കുന്ന ഒരു പെൺകുട്ടി. ശരിക്കും അയാൾ അത്ഭുതപ്പെടുകയാണ്. ഇതെന്തു പറ്റി? കാറിൻ്റെ ഡോർ തുറന്ന് അയാൾ പുറത്തേക്കിറങ്ങി. അല്ലാ, എന്തു പറ്റിയാവോ? അവളുടെ മുഖത്തിന് നേരെ കൈവച്ചപ്പോൾ ശ്വാസമുണ്ട്. ഉറങ്ങുകയാണോ അതോ ബോധം കെട്ട് കിടക്കുകയാണോ? എന്തപ്പോൾ ചെയ്യുക? വീട്ടുകാരെ വിളിക്കുക. തൽക്കാലം അയാൾ പെട്ടെന്ന് തന്നെ അവളെ കോരിയെടുത്ത് കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കിടത്തുന്നു. എന്തായാലും ഒരു ജീവൻ രക്ഷിക്കാം, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, വീട്ടുകാരെ പിന്നീട് അറിയിച്ച് വരാൻ പറയാം എന്നയാൾ വിചാരിക്കുന്നു. അവൻ നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോകുന്നു. അവളെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച ഉടനെ തന്നെ അയാൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി നിൽക്കുമ്പോൾ അയാളുടെ പേരും അഡ്രസ്സും എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ കൂടെ വന്ന പേഷ്യൻ്റ് എൻ്റെ പേരറിയില്ല, എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് കിട്ടിയതാണ്. ഓഹോ, അപ്പോൾ നിങ്ങളുടെ പേരാണ് എഴുതുന്നത്? അല്ല, ഞാൻ അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ജീവൻ രക്ഷപ്പെട്ടോട്ടെന്ന് കരുതിയിട്ട് നോ പ്രോബ്ലം, കുഴപ്പമില്ല, അവിടെ ഇരുന്നോളൂ, ഡോക്ടർ എന്താ പറയുന്നത് അതിനനുസരിച്ച് ആക്കാം. എന്നാൽ ഞാൻ വീട്ടുകാരൊന്ന് വിളിച്ചു വരട്ടെ, എന്തായാലും ഇവിടെ ഹോസ്പിറ്റലിലാണല്ലോ. സമീർ എന്നായിരുന്നു അയാളുടെ പേര്. മിസ്റ്റർ സമീർ ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അവൻ തിരിഞ്ഞു നടക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് പറഞ്ഞു. അവൻ വിചാരിച്ചു, പടച്ച റബ്ബേ, ഒരു ഹെൽപ്പ് ചെയ്തതാണ്, ഇതിപ്പോൾ എല്ലാം കൂടി ഇനിയിപ്പോൾ വീട്ടുകാരോടൊക്കെ പറഞ്ഞാൽ. പെട്ടെന്ന് തന്നെ അവളുടെ ബ്ലഡ് എടുത്ത് അത് ലാബിൽ കൊണ്ടുപോയി കൊടുക്കുവാൻ വേണ്ടി പറയുന്നു. സമീർ അത് ചെയ്തു. അവൻ വിചാരിച്ചു, പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടുന്ന സംഭവമല്ലേ, പക്ഷേ ഞാനാണിത് അഡ്മിറ്റ് ആക്കിയതെന്നൊക്കെ പറഞ്ഞു കേട്ടാലേ ഇനിയിപ്പോൾ അതിൻ്റെ ഉടമസ്ഥർ വന്ന് പഠിച്ചവനെ കാക്കണേ, ഒരു ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചതാണല്ലോ, വേറൊന്നും വിചാരിച്ചതല്ല. സമീർ പെട്ടെന്ന് തന്നെ അതാ ലാബിലേക്ക് പോയി ബ്ലഡ് കൊടുക്കുന്നു. അപ്പോഴേക്കും നേഴ്സൊക്കെ അവളുടെ ആ ഡ്രസ്സെല്ലാം മാറ്റി മറ്റൊരു ഡ്രസ്സ് അവളെ അണിയിപ്പിക്കുന്നുണ്ട്. കാരണം അതിലെല്ലാം നല്ല അഴുക്കുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അണുക്കൾ വരാൻ ചാൻസ് പറഞ്ഞത് കൊണ്ട് സമീറിനോട് ഡ്രസ്സ് വാങ്ങുവാൻ വേണ്ടി ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവൾക്കുള്ള ഡ്രസ്സും വാങ്ങി സമീർ അവിടെ എത്തി. അവളെ അത് ഉടുപ്പിച്ചു. അതാ ഗ്ലൂക്കോസ് ഇട്ടിരിക്കുകയാണ്. കുറേശ്ശെ ബോധം തെളിയുന്ന അവളോട് ചോദിക്കുന്നു, മോളെ പേരെന്താണ്? അവളുടെ ചുണ്ടുകൾ വിറക്കുന്നു. ജസീന. ജസീന. ജസീനയുടെ കൂടെ പെട്ടെന്ന്
അതാ സമീറിനോട് അത് വിളിച്ചു പറയുന്നു. ജസീന ഏതാണെന്നോ എന്താണെന്നോ അറിയില്ല. അതെ, ഇപ്പോൾ വന്ന പേഷ്യൻ്റെ പേര് ജസീനയാണെന്നാണ് പറഞ്ഞത്. അവനാകെ പെട്ടുപോയ രീതിയിലാണ്. ആ, എന്താ സിസ്റ്റർ? അല്ലേ, ജസീനക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. അത് ഞാൻ പിന്നെ വരാം. അത് എൻ്റെ വീട്ടുകാരെ വിളിച്ചു വരാം. കാരണം അവൾ എൻ്റെ ആരും അല്ല. ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. എന്തായാലും നിങ്ങൾ കൊണ്ടുവന്നല്ലേ, അതിനിപ്പോൾ എന്താ? സമീർ നേരെ അവൾ കിടക്കുന്ന ആ റൂമിലേക്ക് പോയി. അവളുടെ കണ്ണുകൾ പതുക്കെ തുറന്നിരുന്നു. പഠിച്ചോനെ, എത്ര സുന്ദരിയായൊരു കുട്ടിയാണത്. ഇതിന് ആളുടമയൊന്നുമില്ലേ? ആരപ്പോൾ ഇതിൻ്റെ ആള്? എനിക്കറിയുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ സമീർ അതാ വീട്ടിലേക്ക് വിളിക്കുന്നു. ഉമ്മ, അതെ, നമ്മളെ വീടിൻ്റെ അടുത്തുനിന്നൊരു പെൺകുട്ടി വീണെടുക്കുന്നുണ്ട്. ഞാൻ അവളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലുണ്ട്. നിങ്ങളൊന്ന് വരുമോ? ഓട്ടോ വിളിച്ച്. അത് കേട്ട് ഉമ്മ അത് മരുമകളോടും പറഞ്ഞു. മരുമകൾ പറഞ്ഞു, തള്ളേ, ഞങ്ങളോട് അപ്പോഴേ പറഞ്ഞില്ലേ അതൊന്നെടുത്ത് തലയിൽ വെക്കല്ലിട്ടോന്ന്. അത് ആരാ മോളെ? വിശന്ന് ഭക്ഷണം ചോദിച്ചാൽ പിന്നെ നമ്മൾ കൊടുക്കണ്ടേ? ഏത് ജാതിയാണെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ? അങ്ങനല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. എന്തൊക്കെ തന്നെ രണ്ടുപേരും ഓട്ടോ വിളിച്ച് ആ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങി. അവിടെ എത്തിയപ്പോൾ തന്നെ അതാ മകൻ അവിടെ ഹോസ്പിറ്റലിൻ്റെ ആ വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് നഴ്സ് വന്ന് വിളിച്ചു. ജസീനയുടെ കൂടെ പെട്ടെന്ന് തന്നെ അതാ സമീർ എഴുന്നേറ്റ് നിൽക്കുന്നു. ആ, എന്താ സിസ്റ്റർ? കൺഗ്രാജുലേഷൻസ്, ജസീന ഗർഭിണിയാണ്. ഉമ്മയും അയാളുടെ ഭാര്യയും അത് കേട്ട് നെട്ടിത്തെറിച്ചു പോയി. അയാളുടെ ഭാര്യയ്ക്ക് ദേഷ്യം അതാ കത്തുകയാണ്. കണ്ടില്ലേ, ഓരോന്ന് ഒപ്പിച്ചു വച്ചിട്ട് ഇപ്പോൾ അവൾ നേരെ അതാ സമീറിൻ്റെ നേരെ അടുക്കുന്നു. എന്താ മനുഷ്യ ഇത്? ഇതിനാണ് വിളിച്ചു വരുത്തിയത്? എടീ പ്ലീസ്, അത് ഞാനല്ല. അത് അവിടെ കിടന്ന പേഷ്യൻറ്റിനെ ഞങ്ങോട്ട് കൊണ്ടുവന്നാണ് ജീവൻ രക്ഷിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട്. അത് ആരുടെ ഭാര്യയാണ്? ഒരിക്കലും. ആര് പറഞ്ഞു? എന്നിട്ട് നിങ്ങൾ ആളെ പൊട്ടനാക്കുക? വേഷം മാറ്റിച്ച് വന്ന് വീട്ടിലേക്ക് പറഞ്ഞയച്ച്. ആ, എന്നാൽ പിന്നെ നിങ്ങൾ ഉത്തരവാദിത്തം ആക്കാലോ. അത് കരുതിയിട്ടില്ലേ? ഹേയ്, അല്ല, നീ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഹോസ്പിറ്റലാണത് മറക്കരുത്. നിൻ്റെ ആ സംസാരം ഉണ്ടല്ലോ. പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ ഡോറ് അതാ അയാൾ മുട്ടുന്നു. ഹലോ സിസ്റ്റർ, അത് പിന്നെ കൺഗ്രാജുലേഷൻസ് പറയേണ്ടത് എൻ്റെ അല്ല. ഒരിക്കലും ഞാനൊരു ആൾ റോട്ടിൽ കിടക്കുന്നത് കണ്ടപ്പോൾ എടുത്തിവിടെ രക്ഷിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ അവരുമായിട്ട് യാതൊരു ഉത്തരവാദിത്വം ബന്ധവും ഞങ്ങൾക്കില്ല കേട്ടോ. ഇതോടുകൂടി ഞങ്ങളുടെ കഴിഞ്ഞു. ഞങ്ങളൊരു രോഗിയുടെ ജീവൻ രക്ഷിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ഡ്യൂട്ടി. അതിനപ്പുറത്തേക്കായിട്ട് അവർ പ്രഗ്നൻ്റ് ആണെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ അതൊന്നും എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൽ സിസ്റ്റർ പറഞ്ഞു, എന്തൊക്കെ തന്നെയാലും രോഗിയുടെ കൂടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അത് വേണം. പിന്നെ നിങ്ങളെ പേരല്ലേ ഇവിടെ അഡ്രസ്സിലേക്ക് കൊടുത്തത്? നിങ്ങളല്ലേ സമീർ? ആ, അപ്പോൾ പിന്നെ ഇവരുടെ ഉത്തരവാദിത്വം കാര്യങ്ങളും ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് കേട്ടോ. പിന്നെ പേഷ്യൻ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആക്റ്റീവായിട്ടുണ്ട്. ഗ്ലൂക്കോസ് കയറ്റിയപ്പോൾ കുറേ ക്ലിയർ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറോടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. സമീറിന് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയുന്നില്ല. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാം. ഞാൻ എന്ത് ചെയ്യും? അവളെയുമായി വീട്ടിലേക്ക് അയാളുടെ ഭാര്യ ദേഷ്യത്തോടെ നോക്കുന്നു. ദേ, ഓരോരുത്തരുടെ ഇത് തലയിലെടുത്ത് വെച്ചോ, കാണാം. വീട്ടിൽ എത്തിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി. അതിലുമ്മ പറഞ്ഞു, ഈ ഒന്ന് അടങ്ങ്. അത് ഓരോ കുട്ടീനെ ജീവൻ രക്ഷിക്കാൻ അത്ര വലിയ മോശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ കുട്ടി കഴിച്ചില്ലായി. ഇപ്പോൾ ഗർഭിണിയാണ്. എങ്ങനെയെന്നൊക്കെ ആവുക പഠിച്ചോനെ. എന്തായാലും ഉടമ്പനെ കണ്ടെത്തി കൊടുക്കുക, അതേ നമുക്ക് ലക്ഷ്യമുള്ളൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുകയല്ല. അവരൊരു ഉടമ ഉണ്ടാവുമല്ലോ, ആ കുട്ടീൻ്റെ അമ്മയും പാപ്പയും ഉണ്ടാവുമല്ലോ, ആ കുട്ടീൻ്റെ ഭർത്താവ് ഉണ്ടാവുമല്ലോ. എങ്ങനെ നഷ്ടപ്പെട്ടരിച്ചിട്ടിരിക്കണേ അത് കണ്ടെത്തി കൊടുക്കുക, അതേ ഉള്ളൂ. അല്ലാതെ നിങ്ങളിവിടെ പ്രശ്നത്തിൽ നിൽക്കരുത് കേട്ടോ, ഉമ്മ ദേഷ്യത്തോടെ പറയുന്നു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. ജസീനയുടെ കൂടെ പെട്ടെന്ന് അതാ സമീർ എഴുന്നേൽക്കുന്നു. ആ സമീർ, ഇവിടെ വരൂ. അത് ഈ ഒരു മെഡിസിൻസൊക്കെ വാങ്ങിച്ചോളട്ടോ, ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡിസ്ചാർജ് ആകാം. കാരണം 1 ഡേ കിടക്കണം എന്നായിരുന്നു. പക്ഷേ ഗ്ലൂക്കോസൊക്കെ ചെന്നപ്പോൾ തന്നെ ഏകദേശം ക്ഷീണം മാറിയിട്ടുണ്ട്. പിന്നെ ക്ഷീണം എന്ന് വെച്ചാൽ അത് പ്രഗ്നൻസിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷീണമാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യുക എങ്ങനെയൊക്കെ തന്നെയായാലും.
പെട്ടെന്ന് ഡിസ്ചാർജിനുള്ള കടലാസും കാര്യങ്ങളും എല്ലാം അവിടെ ശരിയാക്കുന്നു. ജസീന അതാ നടന്നുകൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഡ്രസ്സെല്ലാം നല്ല വൃത്തിയുള്ളതാണ് ധരിച്ചിരിക്കുന്നത്. ഒരു നിമിഷം സമീറിൻ്റെ ഭാര്യ നോക്കി അടിമുടിയെന്ന്. നേരത്തെ ഒരു മുഷിഞ്ഞ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്, ഇപ്പം നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അതേസമയം തന്നെ സമീറിനെയും അവൾ നോക്കി. അവളുടെ മനസ്സിൽ പല പല സംശയങ്ങളാണ് ഉണ്ടാകുന്നത്. ഡിസ്ചാർജ് കഴിഞ്ഞ് ബില്ലടച്ച് അതാ അവർ പുറത്തേക്ക് വരുന്നു. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. പ്രത്യേകം പറഞ്ഞു, അതെ പ്രഗ്നൻ്റ് ആയത് കാണാം, ചിലപ്പോൾ ഒരു തലകറക്കത്തിനൊക്കെ ചാൻസ് ഉണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ചോളൂ കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അങ്ങനെ ഫ്രീ ആയി ഒന്ന് വിട്ടാൽ മതി. 2 ദിവസം നിങ്ങൾ സംരക്ഷിക്കായിരിക്കും നല്ലത്. അവർ ഒന്നും പറഞ്ഞില്ല, കാറിൽ കയറി. ഉമ്മ അവളെ പിടിച്ചു. ഉമ്മ വിചാരിച്ചു പാവം പെൺകുട്ടിയല്ലേ, ഉമ്മ ഓരോന്ന് അവളോട് ചോദിക്കട്ടെ എന്ന് കരുതി. എന്നാൽ സമീറിൻ്റെ ഭാര്യയ്ക്ക് ദേഷ്യം കലി തുള്ളുകയായിരുന്നു. വീട്ടിലേക്ക് കയറി വന്നു, ഇപ്പത് വീണ്ടും വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകണു, എന്താന്നില്ലേ, അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക്. അവൾ അത് പറയാൻ തുടങ്ങി. ജസീന അതാ അത് ചെവി ഓർക്കുന്നു. റബ്ബേ, എൻ്റെ ഒരവസ്ഥ ഞാനായിട്ട് വരുത്തി വെച്ചത്. മോളെ, ഉമ്മ ചോദിക്കുന്നു ആ യാത്രക്കിടയിൽ, മോളുടെ വീട് എവിടെയാണ്? സ്വന്തം വീട് പറഞ്ഞാൽ ഒരു പക്ഷേ അവരെന്നെ കളിയാക്കും എന്നറിയാം, പക്ഷേ അതുകൊണ്ട് പറയണ്ട, രാജേഷ് ഏട്ടൻ്റെ വീടിനെ കുറിച്ച് പറയായിരിക്കും നല്ലത്. താൻ ഗർഭിണിയാണെന്ന സത്യാവസ്ഥ അവൾ മനസ്സിലാക്കിയ നിമിഷം, എൻ്റെ റബ്ബേ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങോട്ട് പോകും? ആ കാലമാടൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കാവില്ല. അയാളുടെ കുഞ്ഞെൻ്റെ വയറ്റിൽ ഞാനായിട്ട് ഉണ്ടാക്കിയ പണിയാണ്. ഒരിക്കലും എന്താ ചെയ്യുക, സഹിക്കുക തന്നെ. ഇനി വീട്ടിലേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. ഞാൻ കരുതിയിരുന്നു വീട്ടിലേക്ക് പോയി ഉമ്മയുടെയും ഉപ്പയുടെയും കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ ഒരു പക്ഷേ അവരെന്നെ സ്വീകരിക്കുന്നു. പക്ഷേ ഇത് എങ്ങോട്ട് പോകും ഞാൻ, എനിക്കറിയുന്നില്ല. രാജേഷ് ഏട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയാൽ ഒരു പക്ഷേ ആ അമ്മയോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ശരിയായാലോ. അവളാകെ വിഷമിക്കുന്നു. സ്വന്തം വീട്ടിലേക്ക് പോകുവാൻ അവൾക്ക് ധൈര്യമില്ല. താൻ ഗർഭിണിയാണ് എന്നുള്ള ഒരു വാർത്തയുമായി ഒരു പക്ഷേ തൻ്റെ ഉമ്മയും ഉപ്പയും അതറിഞ്ഞാൽ അവർ ബോധരഹിതരായി വീഴും. അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ട് പോകുന്നത് ഒരിക്കലും ബുദ്ധിയല്ല. സമീറിൻ്റെ വീട്ടിൽ ഒരിടം അവൾക്ക് അവിടെ ആ ഉമ്മ കൊടുത്തിരുന്നു. മോളെ, ഇവിടെ കുറച്ച് വിശ്രമിച്ചോ, പിന്നെ എവിടെയെന്ന് വെച്ചാൽ ഓനൊന്ന് കൊണ്ടാക്കി തരും, അല്ല അപ്പം എന്താ ചെയ്യുക? അതിൽ പെട്ടെന്ന് സമീറിൻ്റെ ഭാര്യ ഇളകിക്കൊണ്ട് വരുന്നു. അതേ, എന്താ കണ്ണി കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് നടക്കാനുള്ളത് എൻ്റെ മാപ്പിള ഇവിടെ? വാണം കണ്ട് ഇറങ്ങിപ്പോയിക്കോട്ടെ, ഓളിങ്ങനെ അങ്ങോട്ട് കയറി വന്നത്, ഓൾക്കെന്താ കാലൊന്നില്ലേ നടക്കാൻ? എന്നിട്ട് ഗർഭിണിയാണ് പോലും. എടി, ഒരു ഗർഭിണിയായ പെൺകുട്ടിയല്ലത്, ഓളോടൊപ്പം ഇങ്ങനെയൊക്കെ പെരുമാറണോ? ആ ഉമ്മയുടെ ദയനീയമായ വാക്കുകൾ. അതെ, അത് ഉണ്ടാക്കിയവരോട് തന്നെ പോയി ചോദിച്ചോളി, അല്ലാതെ ഇവിടെ കൊടുന്നല്ല ഇതിനെ പാർപ്പിക്കേണ്ടത്. അവൾ ദേഷ്യം പിടിച്ചുകൊണ്ട് നേരെ അവളുടെ ഭർത്താവിൻ്റെ അടുക്കലെത്തി. ദേ മനുഷ്യ, എവിടെ കൊണ്ടുപോയിട്ടോളി. എന്താ നിങ്ങളെ പ്ലാൻ? ഇവിടെ പാർപ്പിക്കാനോ? വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഓള് ക്ഷീണം മാറി അങ്ങോട്ട് പോയിക്കോളും, അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? എവിടെ കൊണ്ടുപോയിടുക? ഒന്നുമില്ലെങ്കിൽ ഗർഭിണിയായ ഒരു പെൺകുട്ടിയല്ലേ. നിങ്ങളെങ്ങനെ ഉണ്ടാക്കി പോകണ്ടല്ലോ, എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട, ഇറക്കി വിടുക നല്ലത്. അല്ലെങ്കിലും കുറച്ച് തൊലിവെളുപ്പുള്ള പെണ്ണുങ്ങളെ കണ്ടാൽ നിങ്ങൾ വിടൂലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ്. എന്താ നിങ്ങൾക്കോളെ കെട്ടാൻ വല്ല ആഗ്രഹമുണ്ടോ? ദയവായി മിണ്ടാതിരിക്കുക, ആൾക്കാർ കേൾക്കൂലത്. ഒന്നുമില്ല, പെൺകുട്ടി കേൾക്കൂലേ? പെൺകുട്ടി എന്താന്നില്ലേ, ഉമ്മയും മോനും ആ പെണ്ണിനെ അവിടെ സ്നേഹിച്ച് കൊല്ലുക. ആ പെണ്ണ് എവിടുന്ന് വന്നായിരിച്ചിക്കണ്? വേഗം ഇറക്കി വിടണം, അല്ലെങ്കിലേ ഞാൻ പുറത്താക്കുട്ടോളെ, പിടിച്ച് വലിച്ച് ഞാൻ പുറത്തേക്കിടും. പറഞ്ഞില്ലാന്ന് വേണ്ട. ജസീനെ കിടക്കുന്ന ആ റൂമിലേക്ക് അവളതാ പോകുന്നു. ഡീ പെണ്ണേ, പുറത്തിറങ്ങിപ്പോയിക്കാ, അന്നെ എന്ത് അർത്ഥത്തിൽ ഞങ്ങളോട് പാർപ്പിക്കണത്? ഞങ്ങൾ തട്ടിക്കൊടുന്നു എന്നുള്ള പേര് ഞങ്ങൾക്ക് വരും. വേഗം ഇറങ്ങിപ്പോയിക്കാ. എവിടുന്ന് വന്നത്? എവിടുന്ന് വന്നേച്ചാൽ അങ്ങോട്ടന്നെ പോയിക്കോ. എവിടുന്ന് ഇങ്ങോട്ട് കയറി വന്നത്? എങ്ങനെ തോന്നിയത് എനിക്ക് ഈ വീട് കണ്ടുപിടിക്കാൻ? എനിക്ക് വേറൊരു വീടും കണ്ടില്ലേ, ഇങ്ങോട്ടന്നെ വന്നത്? ഇറങ്ങിപ്പോയിക്കാ. ഇവിടെ നിൽക്കാൻ പറ്റൂല. അവളെ അതാ പിടിച്ച് വലിക്കുന്നു അവൾ. അത് കണ്ട ഉമ്മ, വേണ്ടടി,
വയറ്റിലൊരു കുഞ്ഞുള്ളാണ്. നമ്മൾ കുറച്ചൊരു കാരുണ്യം കൊടുക്കണ്ടേ? നമ്മളെ മക്കളാണെങ്കിലോ ഇപ്പോൾ ഇത്. ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങിക്കോളി. ഓൾക്ക് തുണക്കൊരാളായല്ലോ. എന്തിയേ? ജസീനാക്ക് അവിടെ കിടക്കാൻ ഒരു സുഖവുമില്ല. അവൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബാഗ് അവൾ അന്വേഷിച്ചു. അതെവിടെയാണെന്നോ അതിലൊരു ഫോണുണ്ടായിരുന്നു. എങ്ങനെ പോയെന്നോ ഒന്നും അറിയുന്നില്ല. അവൾ ഒരു നിമിഷം നോക്കുന്നത് കൊണ്ട് ഉമ്മ ചോദിച്ചു, എന്താ മോളെ? എൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. അത് മോളെ ഈ അവിടെയും ഇവിടെയും ബോധം കെട്ട് കിടക്കല്ലേ? ആരെങ്കിലും എടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവും. സാരമില്ല. അനക്ക് എൻ്റെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ പേരറിയുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എത്തിക്കേനും എന്നെ. അല്ലാതെ മോളെ ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റും തോന്നുന്നില്ല. മോനെ സമീറെ, വണ്ടി എടുക്ക്. ആ പെണ്ണിനെ പോലെ വീട്ടിൽ കണ്ടാക്കി കൊടുക്കാലോ. സമീറിനും അത് ശരിയാണെന്ന് തോന്നി. അല്ലെങ്കിൽ ഭാര്യയുടെ വായിലുള്ളത് മുഴുവൻ കേൾക്കേണ്ടി വരും, അത് ഉറപ്പാണ്. അങ്ങനെ അതാ സമീർ ജസീനയെ കൊണ്ടാക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. ഉമ്മ നിങ്ങളും പോരി. ആ മോനെ ഞാനും വരാം. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.